ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ഒക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റു നമുക്ക് ബർത്ത്ഡേ സമയത്ത് ഉള്ള സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ടൈം നമുക്ക് ആര്യയായിരുന്നു ഹോസ്റ്റായിട്ട് വന്നിരുന്നത്. എന്നാൽ ഇത്തവണ സീസൺ 1 നല്ല അടിപൊളി കണ്ടസ്റ്റൻ്റായ രഞ്ജിനി ഹരിദാസാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ദാസേട്ടൻ്റെ മോനും പാട്ട് പാടാനും ഒക്കെ ആയിട്ട് വിജയ് യേശുദാസും അവിടെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവർ കേക്ക് കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിലോട്ട് പോയിട്ടല്ല, ഫ്ലോറിൽ ഇരുന്നിട്ട് കേക്ക് കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അപ്പോൾ സാറ്റർഡേ സൺഡേ എവിഷൻ നടക്കാത്തതുകൊണ്ട് മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ടായിരിക്കും എവിഷൻ നടക്കുന്നുണ്ടാവുക. എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കമൻസിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു നിക്കറമ്മായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് ആരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് ചോദിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ വിട്ടു പോയി. അപ്പോൾ യെസ്, നമ്മുടെ ഇത്തവണത്തെ എവിക്ഷനിൽ റസ്മിനാണ് ഔട്ടായിരിക്കുന്നത്. കോമണറായിട്ട് വന്നിട്ട് ഇത്രയും ദിവസം ആ കുട്ടി നിന്നു. പവർ റൂമിലുമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിഞ്ഞ തവണത്തെ കോമണറാണെങ്കിലും 2 വീക്സ് 3 വീക്സ് ആ ഒരു ടൈമോട് കൂടി എവിക്റ്റായി. എന്നാൽ ഇത്തവണ നിന്നിടത്തോളം ആൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് വോട്ടെവർ കളിച്ചിട്ടുണ്ട്. റസ്മിനേക്കാൾ ഔട്ടാവാൻ അവിടെ വളരെയധികം യോഗ്യതയുള്ള ആൾക്കാരുകളുണ്ട്. എന്നാൽ പോലും വോട്ടിങ്ങിൻ്റെ പോളിംഗ് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി റസ്മിൻ എവിറ്റായിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ 2 ചിറകും ഒടിഞ്ഞു, ഗബ്രിയും പോയി, റസ്മിനും പോയി. അപ്പോൾ ഇനിയിപ്പം ഉള്ളത് ടിക്കറ്റ് ടു ഫിനാലെയാണ്. ടിക്കറ്റ് ടു ഫിനാലെ ഓൾമോസ്റ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിങ്ങിനെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാരുടെ ക്രൗഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മേ ബി മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഡബിൾ എവിക്ഷനൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എന്നാലേ ഗെയിമൊക്കെ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. അതേപോലെ പ്രസ് മീറ്റിങ്ങും ഓൾമോസ്റ്റ് ക്ലോസ് ടു ഈ ഒരു ടൈമിലോട്ടാണ് വരാൻ ചാൻസസ് ഉള്ളത്. പിന്നെയുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ പണപ്പെട്ടി ടാസ്ക്കാണ്. അപ്പോൾ ഈ 3 സംഭവം ടിക്കറ്റ് ടു ഫിനാലെയും അതേപോലെ പ്രസ് മീറ്റിങ്ങും പണപ്പെട്ടിയുടെ ആ ഒരു വൈബും അതിങ്ങനെ ലൈവായിട്ട് കണക്ട് ചെയ്ത് നടക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇത്തവണ റസ്മിനാണ് എവിക്റ്റായിരിക്കുന്നത്. ലൈക്ക് ആൾ ചുമ്മാ പഴം മുഴുകിയ പോലെ ഒന്നും അവിടെ നിന്നിട്ടില്ല, കളിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ സൈലൻറ്റ് പ്ലെയറോ ഇൻവിസിബിളോ ഒന്നും ആയിരുന്നില്ല. ആളവിടെ നിന്നപ്പോൾ തൊട്ട് ആൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പം ഗെയിമിൽ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഉണ്ടാവും. ചില സമയത്ത് ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും എവിക്റ്റായി കഴിഞ്ഞപ്പം ഐ ഫെൽറ്റ് ലൈക്ക് അവിടെ ഇനിയും റസ്മിൻ നിൽക്കുമ്പോൾ തന്നെ വേറെ ആൾക്കാർ എവിക്റ്റാവാനുള്ള ചാൻസസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പം ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ പ്രസ് മീറ്റിംഗ് പണപ്പെട്ടി സംഭവങ്ങൾ വരുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം എപ്പിസോഡിൽ കാണാം.